ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോമ്പിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കിച്ചണിൽ ചെയ്ത കുറച്ച് മേക്ക് ഓവേഴ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി ഇപ്രാവശ്യത്തെ റമദാൻ്റെ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ കിച്ചണിൽ ഫസ്റ്റ് ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് ഹാളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ ഒരു റമദാൻ വൈബ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ വൈപ്സ് വെച്ചിട്ടാണ്. അപ്പം ഇതിനെ കൊണ്ട് നമ്മൾ വൈപ്പ് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ കച്ചറയും പോവും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം അടിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക മെസ്സി ആകുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഗ്രീസ് പോലത്തെ കറയൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞ് കിച്ചണൊക്കെ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓയിലിൻ്റെ ഇത് എല്ലായിടത്തും ഒരു ഓയിലി പോലെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് എടുത്ത കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം എടുത്തിട്ടുള്ളതല്ല കേട്ടോ, പല ദിവസങ്ങളിലായിട്ട് കുറച്ചായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എല്ലാം കൂടെ ഒന്ന് കൊളാബ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം ഫുള്ള് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണക്കിയതിന് ശേഷം ഓരോന്നിൻ്റെ സ്ഥാനത്ത് തിരിച്ചെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്രാവശ്യം നോമ്പിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് അടുത്തടുത്ത് വെച്ചിട്ടുള്ളത്. ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി വെച്ചിട്ട് നോമ്പ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കൂടുതൽ യൂസ് ആവുന്ന ഐറ്റംസൊക്കെയാണ് ഒന്ന് അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു മുട്ടയിടുന്ന കൊട്ടയും അതുപോലെ ഉള്ളീൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഒരുമിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ഞാനത് അറേഞ്ച് ചെയ്തത് കാണിച്ചു തരാം. പണ്ട് ഞാൻ ആക്ച്വലി ഉള്ളിയൊക്കെ ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ പറയില്ല ഉള്ളി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, ഉള്ളി ഓപ്പൺ സ്പേസിലൊക്കെ വെക്കണമെന്ന്. അപ്പോൾ അതൊരു മെസ്സി ആയിട്ട് കാണുന്നതായിട്ട് ഞാൻ ഒരിക്കൽ ഇതുപോലെ ഹോം സെൻറ്റർ പോയപ്പോൾ കണ്ട ഒരു ബോക്സാണിത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഹോൾസൊക്കെ ഉണ്ട്, ഭയങ്കര യൂസ്ഫുള്ളാണ് സംഭവം. ഞാൻ ഇതിൽ തന്നെയാണ് ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് വെക്കാറ്. അപ്പം ഇതുപോലത്തെയൊക്കെ കുറേ നമ്മൾ ആമസോണിലൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന പല ഐറ്റംസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു കുക്കി ബോക്സിലൊക്കെ ആക്ച്വലി ഇട്ട് വെച്ചിട്ടുള്ളത് കപ്പ് കേക്ക്സ് ആണ്. ഇവിടെ കൂടുതലും മക്കൾക്ക് ഇഷ്ടമാണ് ഇതുപോലത്തെ കപ്പ് കേക്ക്സ്. പിന്നെ ഇത് സെപ്പറേറ്റ് കവേർഡായിട്ട് വരുന്നത് കൊണ്ട് ഈസിയാണ് കഴിക്കാനും, അതുപോലെ തന്നെ മോശമായി പോകുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞി മാറ്റങ്ങളൊക്കെ അവിടെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു DIY ആയിട്ട് നമ്മൾ ടിഷ്യൂ ഹോൾഡർ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലെ ഒരു ഹാങ് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പം എനിക്കെപ്പോഴും ടിഷ്യൂ ഞാൻ കുറേ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിട്ടും അത് ഒരു മെസ്സി ആയിട്ട് അവസാനം ടിഷ്യൂ നോക്കുമ്പോൾ കിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വാളിൽ ഫിക്സ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഐഡിയ നോക്കാൻ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു ത്രെഡ് എടുത്ത് നമ്മൾ മുടിയൊക്കെ മടഞ്ഞിടുന്ന പോലെ മടന്നിട്ട് ജസ്റ്റ് ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വൺ സൈഡ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരു ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ടാബിളുണ്ട്. അപ്പം ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ഈ ഒരു ഏരിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു പച്ചപ്പ് കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെടിയും അതുപോലെ തന്നെ ഒരു ഫ്രെയിംസും പിന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ വെച്ചിട്ടുണ്ട്, ഒരു റമദാൻ വൈബ് വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഞാൻ റോണക്കിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് കിട്ടിയത്, ലൈക്ക് 5 റിയാൽ എന്തേ ഉള്ളൂ ഇതിന്. പിന്നെ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, ലൈക്ക് ചെറിയ മാറ്റങ്ങളില്ലെങ്കിലും കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ അടുത്തൊരു മേക്ക് ഓവർ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതാണ് ഞാൻ മെയിനായിട്ട് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇവിടെ തന്നെയാണ് എൻ്റെ മെയിൻ ഐറ്റംസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വാളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പം അധികവും ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രീസ് പോലത്തെ കറയും അതല്ലാതെ കുറേ പൊടിയൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ഈ ഒരു വാൾ മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റാൻഡൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലും അത്യാവശ്യം നല്ലപോലെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഫുൾ അവിടെ ഒന്ന് ക്ലീൻ
ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഇവിടെയും ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ടിഷ്യൂ വൈപ്സിനെ കൊണ്ട് തന്നെയാണ്. അപ്പം ഇത് കിച്ചൺ വൈപ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കയ്യിലൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു എന്താ പറയുക, ഒരു സോപ്പ് ലിക്വിഡ് ഇതിൽ മിക്സ് ചെയ്ത പോലത്തെ ഒരു സംഭവമാണ്. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ എൻ്റെ റമദാൻ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരു ദോഹ സെൻറ്റർ. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടിഷ്യൂ വൈപ്സ്, കിച്ചൺ ടിഷ്യൂ വൈപ്സാണ്. അപ്പം എൻ്റെ കയ്യിലൊക്കെ കാണാൻ പറ്റിയൊരു സോപ്പിൻ്റെ ഒരു ലിക്വിഡ് പോലെയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഇതിന് 4 റിയാൽ അങ്ങനെ എന്തോ ഉള്ളൂ. ഇതിൽ ഞാൻ പ്രൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ സാധനമാണ്. നമ്മൾ ഗ്രീസൊക്കെ പെട്ടെന്ന് തന്നെ കറയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഊരിയ സ്റ്റാൻഡുകളൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡൊക്കെ ഓൾറെഡി വാഷ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അത് ആ ഒരു മതിൽ തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് ഞാനൊരു വേറൊരു സ്റ്റാൻഡും കൂടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല ക്വാളിറ്റിയുള്ള ഒരു അടിപൊളി സ്റ്റാൻഡാണ്. വുഡൻ ഫിനിഷിൽ വരുന്നതാണ്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പം ഇത് ഫിക്സ് ചെയ്യാനും വല്ല പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 സ്ക്രൂവും 2 ബോൾട്ടും പിന്നെ ഈ ഒരു സ്റ്റാൻഡും വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പം ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ എന്താണോ ആ ഒരു ഇമേജിൽ കണ്ടത് ആ സെയിമാണ്. അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പം വേണ്ടവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇൻ കേസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താലും മതി. അപ്പം ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോണ്. അപ്പം ഈ ഒരു ടീ പോട്ട് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് റമദാൻ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൽ ഇതുപോലത്തെ നമ്മൾ വുഡൻ സ്പാച്ചുലാസൊക്കെ ഇട്ടിട്ട് അതൊന്ന് സ്റ്റൈൽ ചെയ്ത് വെക്കാണ്. അപ്പം അതവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫിഷിൻ്റെ ഷേപ്പിലുള്ള ഒരു ചെറിയ ക്രോക്കറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2-3 ക്രോക്കറീസും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലവർ പോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മണി പ്ലാന്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ക്യാൻഡിലും കൂടെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെച്ച ക്രോക്കറീൻ്റെ തന്നെ 2 പീസ് താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പത്തിരിയൊക്കെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇനി ഇതിനൊരു ഫൈനൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ ബോർഡും കൂടെ, കട്ടിംഗ് ബോർഡും കൂടെ ഞാൻ ഇതിൻ്റെ ബാക്കിലോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു സെറ്റപ്പായിരുന്നു ആ ഒരു കിച്ചൻ്റെ കോർണറിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ കുറച്ച് കബോർഡ്സൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കബോർഡ്സൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിനുള്ള കണ്ടെയ്നേഴ്സൊക്കെ വാഷ് ചെയ്യാനിടണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു നോമ്പാകുമ്പോഴേക്ക് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പൊടികളും കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടെയ്നേഴ്സൊക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോൾ വേറെ പാത്രങ്ങളിലേക്ക് പൊടി മാറ്റുക അങ്ങനെയൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് ഫിനിഷാക്കിയിട്ട് എല്ലാം ഒരുമിച്ചിട്ടാണ് വാഷ് ചെയ്യാനിടുന്നത്. അപ്പം ഞാൻ താഴെ മുകളിലായിട്ട് വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ കണ്ടെയ്നേഴ്സും ഒരുമിച്ച് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സൊക്കെ എല്ലാം കഴുകി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഡ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഡ്രൈ ചെയ്താലും പക്ഷേ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ പൊടിയൊക്കെ ഫില്ല് ചെയ്യുന്നത്. ഒരു കണ്ടെയ്നേഴ്സൊക്കെ ഡ്രൈ ആയി വരുന്ന ടൈമിൽ ഞാൻ അതിൻ്റെ ബോക്സസൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ക്ലീനായി വന്നിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്തതിനേയും കാട്ടി അടിപൊളിയായിട്ട് ക്ലീനായിട്ട് വരും ഇതിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അതൊക്കെ ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ടോപ്പ് ഈ നമ്മൾ കണ്ടെയ്നേഴ്സിൻ്റെ ടോപ്സൊക്കെ ജസ്റ്റ് ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് മോളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവളതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ഏരിയൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫിലേക്ക് വെക്കാനുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ ഫില്ല് ചെയ്യാണ്. ഞാനിതിൽ ചായപ്പൊടി, പാൽപ്പൊടി, പഞ്ചസാര നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടീ കോർണർ പോലെയാണ് ആ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫിൻ്റെ മുകളിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഓയിൽ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്.
ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു അടിപൊളി സാധനമാണ്. ഉമ്മയൊക്കെ നാട്ടിൽ യൂസ് ചെയ്തിട്ട് ഭയങ്കര റിവ്യൂ ആയിരുന്നു. നമ്മൾ ഈ നോമ്പിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം കൂടിയാണ്. നമ്മളധികം ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി വന്ന ഓയിൽ ആ ഒരു പാത്രത്തിൽ തന്നെ കവർ ചെയ്ത് വെക്കാണ്ട് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു സ്ട്രെയിനർ ഉള്ള കാരണം ഇതിലേക്കൂടി ഓയിലൊക്കെ അതിൻ്റെ ഒരു കച്ചറയൊന്നും ഇല്ലാണ്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ സ്റ്റോർ ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും. ഇനി ഞാൻ അടുത്തതായിട്ട് ഇവിടെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഗീ കണ്ടെയ്നറാണ്. ഇതിൽ ബ്രഷും വരുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രഷാണ്. നമുക്ക് ആവശ്യത്തിലുള്ള ഗീ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു മാക്സിമം ലെവൽ ഗീ വെച്ചിട്ട് നമുക്ക് ആ ഒരു ബ്രഷ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഫൈനലായിട്ട് ഇവിടെ ഉപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഉപ്പ് അവിടെ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം എൻ്റെ കയ്യിലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ അത് മാറ്റണം. അപ്പം ഇതാണ് ഈ ഒരു കോർണറിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മൾ കഴുകി വെച്ച കണ്ടെയ്നറിലൊക്കെ പൊടികളൊക്കെ ഫില്ല് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകിയ ഓരോരോ സ്റ്റാൻഡിലും ഇത് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഈ ഒരു കുട്ടി കുട്ടി കണ്ടെയ്നേഴ്സിലൊക്കെ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ലൈക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ മുളക് പൊടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് ന്യൂട്രലേൻ്റെ കുട്ടി കുട്ടി ബോട്ടിൽസിലാണ്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു ന്യൂട്രലേൻ്റെ ബോട്ടിലിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റൗ ടോപ്പിൻ്റെ അടുത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്റ്റാൻഡിൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാസ്ത ഐറ്റംസൊക്കെയാണ്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അവിടെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് വരുന്നത് കുക്കിംഗ് റേഞ്ചിൻ്റെ തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചധികം നമ്മുടെ ഓയിലിൻ്റെ ഗ്രീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീസ് റിമൂവർ വെച്ചിട്ടാണ് ഇവിടെ വാഷ് ചെയ്തിട്ടുള്ളത്, ക്ലീൻ ചെയ്തിട്ടുള്ളത്. അതും കൂടെ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇതിലത്തെ ഗ്രീസൊക്കെ റിമൂവായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കബോർഡിൽ നിന്നെടുത്ത ഐറ്റംസൊക്കെ ഒന്ന് അവിടെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കബോർഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എടുത്ത ഐറ്റംസൊക്കെ തിരിച്ച് അവിടെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്. ഇതിലും എല്ലാം റീഫിൽ ചെയ്തിട്ടാണ് വെക്കുന്നത്. ഈ ഒരു നോമ്പിനേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് എല്ലാം റീഫില്ലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നോമ്പിന് നമുക്ക് അധികം പരതി നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഞാൻ അത്യാവശ്യമുള്ള ഐറ്റംസൊക്കെ ഒരുമിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് എഗെയിൻ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബോട്ടിലിൽ എല്ലാ പൊടികളും ഇട്ട് വെക്കുന്നതാണ്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഐറ്റംസ് ഞാൻ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യൽ. അപ്പം ഞാൻ ബാസ്ക്കറ്റ്സൊക്കെ എടുത്തിട്ട് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിന് സൈഡിലായിട്ട് കുറച്ച് പൾസസൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സും കൂടെ വെക്കുന്നുണ്ട്. ഇത് 4 കണ്ടെയ്നർ വരുന്ന ഒരു 4-in-1 ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. 4 സെപ്പറേറ്റഡ് സ്ലോട്ട്സ് വരും ഇതിൽ. ഇത് നമുക്ക് സ്റ്റോറേജിനൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് അടിപൊളി സാധനമാണ്. അപ്പം ഞാൻ ഇനിയിപ്പം നമ്മൾ നോമ്പിന് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. മെയിനായിട്ട് നമ്മൾ കുംസ് ഉണ്ടാക്കുമ്പം പിന്നെ കുറച്ചധികം കറി വെക്കാൻ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കബോർഡിൻ്റെ മുകളിലായിട്ട് കാണുന്നിടത്ത് തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പലതരം കളേഴ്സാണ് ഒരുമിച്ച് വെക്കുന്നത്. ഇനി ഞാൻ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത ആ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ മെയിനായിട്ട് നമ്മൾ പത്തിരിപ്പൊടി, പിന്നെ അരിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ അരി, ഗീ റൈസ്, അതിൻ്റെ ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പാസ്ത അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഗ്യാസ് സ്റ്റൗവിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം അവിടെ അറേഞ്ച് ചെയ്തതിന് ശേഷം ചെറിയൊരു സ്റ്റാൻഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മെയിനായിട്ട് കപ്സ്, ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് ഫുഡ് കുറച്ച് ഓവറാകുമ്പം സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നർ, അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഐറ്റംസൊക്കെ ഒരുമിച്ച് തന്നെ ആകുമ്പം എളുപ്പമായിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കപ്സും ഗ്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്, ജ്യൂസിൻ്റെ ഗ്ലാസ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഫൈനൽ ലുക്ക്. ഇത് നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ മെയിൻ എൻട്രൻസിലുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ കിച്ചണിൽ ചെയ്തിട്ടുള്ള മേക്ക് ഓവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പോൾ നമ്മൾ കിച്ചൺ, ഈ ഒരു കുഞ്ഞ് കിച്ചൺ ഞാൻ ടോട്ടലി ഒരു റമദാൻ വൈബിൽ എങ്ങനെ ആക്കിയെടുത്തതിൻ്റെ
ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് കിച്ചണിൽ ചെയ്ത മേക്ക് ഓവേഴ്സ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏത് ഏരിയയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.